ജപ്പാനിൽ വലിയ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. സുനാമി ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിപ്പോൾ ലഘൂകരിച്ചു എന്നുള്ള വാർത്തയാണ് ജപ്പാനിൽ നിന്ന് വരുന്നത്. എങ്കിലും ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മധ്യ ജപ്പാനിലെ ഇഷിഗാവയിൽ നോട്ടോ മുനമ്പിൽ വൻ ഭൂകമ്പത്തിന് പിന്നാലെയാണ് സുനാമി തിരകളടിച്ചത്. വാജിമ തുറമുഖത്ത് തിരമാലകൾ മീറ്ററുകൾ ഉയർന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. രാംകുമാർ, ഈ സുനാമി മുന്നറിയിപ്പ് ലഘൂകരിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഭീഷണിയില്ല എന്നുള്ളതാണോ? ഈ വീശിയടിച്ച സുനാമി തിരകൾ ഏതൊക്കെ മേഖലയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്? രാംകുമാർ, ഉന്മേഷ്, ഈ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞു അല്ലെങ്കിൽ ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞു എന്നല്ല അർത്ഥം. എന്ന് വെച്ചാൽ നേരത്തെ തീവ്ര സുനാമി നിർദ്ദേശം ഉണ്ടായിരുന്നത് ഇപ്പോൾ ലഘൂകരിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഈ പടിഞ്ഞാറൻ തീരത്തുള്ള ജനങ്ങൾ അവരുടെ വീടുകളിലേക്ക് തിരികെ പോകരുതെന്നുമുള്ള കർശന നിർദ്ദേശം ജപ്പാൻ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ദക്ഷിണ കൊറിയ നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നത് വരുന്ന 24 മണിക്കൂർ അതീവ നിർണായകമാണെന്നാണ്. കാരണം ദക്ഷിണ കൊറിയൻ തീരത്തുൾപ്പെടെ ഈ തിരമാലകൾ ഉയർന്നു പൊങ്ങിയിരുന്നു. ഏകദേശം 70 സെന്റിമീറ്റർ വരെ ഉയരത്തിലാണ് ദക്ഷിണ കൊറിയൻ തീരങ്ങളിൽ തിരമാലകൾ അടിച്ചത്. അതിനെ തുടർന്നാണ് അവിടെയും സുനാമി ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അതിൽ പറയുന്നത് അടുത്ത 24 മണിക്കൂർ അതീവ നിർണായകമാണെന്നാണ്. ജപ്പാനിലേക്ക് വരികയാണെങ്കിൽ ഈ നോട്ടോ മേഖലയിലാണ്, നോട്ടോ മുനമ്പിലാണ് ഈ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായത്. തുടർന്ന് ഒട്ടേറെ തുടർ ചലനങ്ങളും ഉണ്ടായി. ഇവിടെ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഇപ്പോൾ ഏകദേശം ഒരു 80 സെന്റിമീറ്റർ വരെയാണ് പരമാവധി ഉയരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശത്തിലും മുന്നറിയിപ്പിലും ചെറിയ ഒരു ഇളവ് വരുത്തിയത്. അത് എന്ന് വെച്ചാൽ ഭീഷണി പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് അതിന് അർത്ഥമില്ല. അതേസമയം ഈ മധ്യമേഖലയിൽ ഇപ്പോഴും ഈ ഭൂകമ്പത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഒട്ടേറെ വീടുകൾ തകർന്നു. 30,000-ലേറെ വീടുകളിൽ വൈദ്യുതി ബന്ധവും അതുപോലെ ജലവിതരണവും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ ചികിത്സയിലെത്തിയിട്ടുണ്ട്. നിലവിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതേസമയം ഒട്ടേറെ ആളുകൾ പരിക്കേറ്റ് ചികിത്സയ്ക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അവിടുത്തെ പ്രാദേശിക ആശുപത്രികൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ തുടർ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം. ഉന്മേഷ്, ശരി, ഏതായാലും അല്പം ആശങ്കയ്ക്ക് വിരാമമാകുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി ഒഴിയുന്നില്ല. മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ്. എസ് രാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.